നമസ്കാരം. വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറിൻ്റെ വീഡിയോ ആണിന്ന്. ഇതിനു വേണ്ടി അരക്കപ്പ് തോരപ്പരിപ്പ് കഴുകി കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു കുക്കറിലേക്ക് ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഓയിലും 1 കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് 3 വിസിൽ വരുന്നതുവരെ വേവിക്കുക. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായി ഉടച്ചെടുക്കുക. ഒരു വലിയ നെല്ലിക്ക വലിപ്പം പുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. 3 ഉണക്കമുളകും 3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും 2 മീഡിയം സൈസ് സവാള നുറുക്കിയതും ചേർത്ത് നന്നായി വഴറ്റുക. മൂന്ന് ചെറിയ തക്കാളി നുറുക്കിയതും ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക. മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് പച്ചമുളക് ആവശ്യത്തിന് ചേർക്കാം. തക്കാളിയും സവാളയും വഴന്നു വന്നാൽ 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കായപ്പൊടിയും 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഏത് സാമ്പാർ പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഉടച്ചെടുത്ത പരിപ്പ് കൂടി ചേർക്കാം. പുളിവെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. രണ്ടര കപ്പ് വെള്ളം കൂടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും ചേർത്ത് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് 10 മിനിറ്റ് തിളപ്പിക്കുക. ഇഡ്ഡലി, ദോശ, ചോറ് എന്നിവയ്ക്ക് പറ്റിയ സാമ്പാറാണിത്.